എല്ലാവർക്കും നമസ്കാരം. ഞാൻ മഹിമ നമ്പ്യാർ. ഇപ്പോൾ മലയാളത്തിൽ മധുരരാജ എന്ന് പറഞ്ഞ സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മമ്മൂക്കിനെ പോലെ വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക, വൈശാഖേട്ടനെ പോലെ വലിയൊരു ഡയറക്ടറുടെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതൊക്കെ എന്താ പറയുക, പുതുമുഖങ്ങൾക്ക് അല്ലെങ്കിൽ പുതുതായി സിനിമയിൽ വരുന്ന എല്ലാവർക്കും ഉള്ള വലിയൊരു ആഗ്രഹമായിരിക്കും. അപ്പോൾ എൻ്റെ അങ്ങനെയുള്ളൊരു ആഗ്രഹമാണ് ഈ സിനിമ വഴി സാധിച്ചിരിക്കുന്നത്. ഇത് മലയാളത്തിലെ എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ഞാൻ ആദ്യം ചെയ്യുന്നത് കാര്യസ്ഥൻ്റെ ദിലീപേട്ടൻ്റെ അനിയത്തിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തമിഴിലാണ് സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം മാസ്റ്റർ പീസ് അഭിനയിച്ചു. മാസ്റ്റർ പീസും മമ്മൂക്കയുടെ സിനിമയാണ്. പക്ഷേ അതിനകത്ത് മമ്മൂക്കയുടെ കൂടെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായൊരു വിഷമം അന്നേരം ഉണ്ടായിരുന്നു. ആ വിഷമമൊക്കെ ഇപ്പോൾ മധുരരാജ റിലീസായപ്പോൾ മാറി. കാരണം വളരെ നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമയിൽ ഉദയേട്ടൻ തന്നിട്ടുള്ളത്. മീനാക്ഷി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഒരു നാടൻ, ഒരു മലയാളിക്കുട്ടി, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ വർക്കിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയണമെങ്കിൽ വളരെ നല്ലൊരു ടീമാണ്. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും സീനിയറായ ആൾക്കാരാണ്. ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും തന്നെ വളരെ സീനിയറായ ആൾക്കാരാണ്. അപ്പോൾ ഞാനാണ് ആ കൂട്ടത്തിലൊരു പുതുമുഖം എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം, വലിയ ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം, അതെല്ലാം എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. തമിഴിൽ എത്ര സിനിമ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം ഭാഷയിൽ, ഒരു മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ സ്വന്തം ഭാഷയിൽ സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം മലയാളത്തിൽ എനിക്ക് നല്ല സിനിമകളിൽ ഭാഗമാവാൻ പറ്റി. ഞാനിപ്പോൾ ചെയ്ത 3 സിനിമയാണെങ്കിലും വളരെ നല്ല സിനിമകളാണ്. അപ്പം അതിന് ഒരു ഭാഗമാവാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട്. തുടർന്നും മലയാളത്തിൽ നല്ല സിനിമകളും നല്ല ക്യാരക്ടേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഈ മാസ്റ്റർ പീസ് മധുരരാജയിൽ ചെയ്ത മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറിനെ എല്ലാ പ്രേക്ഷകരും തുറന്ന മനസ്സോടെ സ്വീകരിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. മധുരരാജയിൽ ഒരു എന്താ പറയുക, ഒരു അടിപൊളി പാട്ടുണ്ട്. ഇപ്പോൾ പോക്കിരി രാജയിൽ വന്ന പോലെ അതുപോലെ തന്നെ ഒരു ട്രാക്കിലുള്ള ഒരു പാട്ട് മധുരരാജയിലും ഉണ്ട്. അപ്പം അതിൽ നമ്മുടെ മമ്മൂക്ക ഡാൻസ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അതിൽ ഡാൻസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ട്. ആ സോങ് കൊറിയോഗ്രാഫി ചെയ്തത് ബൃന്ദ മാസ്റ്ററാണ്. അപ്പം ഞാനും ജെയ്യും ഇപ്പോൾ തമിഴ് ആക്ടറാണ്. ജെയിൻ്റെ കൂടെയും ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയണം. കാരണം എൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് 2ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ സോങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നെർവസ്നെസ് എനിക്കുണ്ടായിരുന്നു. ബൃന്ദ മാസ്റ്റർ ആയാലും വലിയൊരു കൊറിയോഗ്രാഫറാണ്. മമ്മൂക്കയുടെ കൂടെ ഡാൻസ് ചെയ്യണം. ജെയ് നല്ല ഡാൻസറാണ്. ഷംന നല്ല ഡാൻസറാണ്. അപ്പം അതിൻ്റെ ഒരു സ്ട്രെസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഞാൻ പറഞ്ഞ പോലെ വൈശാഖേട്ടനായാലും ഹോൾ ടീമായാലും വളരെ ഫ്രണ്ട്ലി ആയതുകൊണ്ടും വളരെ കംഫർട്ടബിൾ ആയതുകൊണ്ടും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.